ഗീതേച്ചിയുടെ ചക്കരകളെല്ലാം ചോറുണ്ടോ? എല്ലാവരും ചോറുണ്ടിട്ട് കിടന്നുറങ്ങുമെന്ന് എണീറ്റ് വന്നോ? ഗീതേച്ചി വന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം തരൂല. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടാ, നമ്മളെ ആൺകുട്ടികളുടെ കാര്യം. എത്ര ആൺകുട്ടികളാന്ന് പെണ്ണ് കിട്ടാണ്ട്. നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ട് ഇങ്ങനെ? നമ്മൾ വീട്ടിലുണ്ടല്ലോ, പിന്നെ 27 മുതൽ ഒരു 40-45 വയസ്സ് വരെയുള്ളവരുണ്ട്. ആൺകുട്ടികളൊന്നും പറയാൻ കഴിയില്ല കേട്ടാ. അവരെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാന്ന് വിചാരിക്കുമ്പോൾ സങ്കടമാണ്. പിന്നെ കാസർഗോഡ് നമുക്ക് പിന്നെ പണ്ടെല്ലാം പിന്നെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ അതിൻ്റെ അരുവത്ത് തന്നെയാണ് കല്യാണം കഴിക്കും. ഇപ്പോൾ പെരുതി കാസർഗോഡ് എത്തി, മൈസൂരെത്തി. ഇനി പേടി ഇന്ത്യക്ക് പുറത്ത് നേപ്പാളെല്ലാം പെമ്പിള്ളറുണ്ട് പറയുന്നുണ്ട്. പോയില്ലോ എന്നറിയില്ല കേട്ടാ. പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. പിന്നെ ഒരു പെണ്ണ് ഒരു കല്യാണം കഴിക്കണം എന്ന് എല്ലാവർക്കും ജീവിതത്തിൽ ആഗ്രഹമില്ലല്ലേ? പക്ഷേ ഇതുണ്ടല്ല, ഇതിങ്ങനെ ആക്കി വെച്ചതും ആൺകുട്ടികൾ തന്നെയാണ്. അവരെ കുറ്റം പറയുന്നതല്ല കേട്ടാ. പണ്ടത്തെ കാലത്ത് ഈ ഗൾഫ് ബോംബെ എന്നെല്ലാം പറഞ്ഞാൽ വലിയ വലിയ കാര്യമാണ്. അന്ന് ഇങ്ങനെ ഗവൺമെൻറ് ജോലി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇത്ര കിട്ടിനോ അതൊന്നും ആരും നോക്കുന്നില്ല. ആരോഗ്യമില്ല, പണിയെടുക്കാൻ കഴിയുന്ന ഒരാണാന്ന് തോന്നി അന്നേ നോക്കൂലു. പെൺകുട്ടിയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ അല്ലേ? നമ്മളെല്ലാം കാലത്ത് അത്രയും നോക്കൂലു. പിന്നെ നല്ല സാമ്പത്തികമുള്ളവരെ എത്ര ആസ്തിയുണ്ട്, എന്ത് ജോലി ഉണ്ടല്ലോ നോക്കൂ. നമ്മളെപ്പോലത്തവർക്ക് ആരോഗ്യമില്ല ഒരാണ് അത്രയും നമ്മൾ അല്ലെ കുടുംബം പോറ്റാൻ കഴിയണം. അത്രയും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ അന്നേരം കുറച്ച് കള്ളത്തരങ്ങൾ ഉണ്ടായിന് കേട്ടാ. അന്നേരം പെൺകുട്ടിയൊക്കെ അത്ര വിദ്യാഭ്യാസം കുറവല്ലേ? പഠിക്കുന്നവരുണ്ട് എന്നെ പോലത്തെ പ്രീ ഡിഗ്രി 10 മുക്കാലും. അന്നേരം ഈ ബോംബെ പിന്നെ ദുബായ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ദുബായ് എന്നെല്ലാം കേട്ടാൽ പിന്നെ വീട് ചത്തു. ഓൻ ആരോഗ്യമുണ്ടോ എന്ന് വരാരും നോക്കുന്നില്ല. ഓനക്ക് ബന്ധുക്കളുണ്ടോ, ആരോഗ്യമുണ്ടോ, അച്ഛനമ്മയുണ്ടോ, വീടുണ്ടോ എന്നും കൂടി നോക്കൂല കേട്ടോ. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതുപോലെ ബോംബെയിലെല്ലാം ഇവരുണ്ടല്ലോ പുതിയ സൂത്രാന്ന് ഇവർ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം കൊട്ടി ഘോഷിച്ചിട്ട് പോകും. ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമെല്ലാം പിന്നെ ഹണിമൂണെല്ലാം ആഘോഷിച്ചിട്ട് ആക്കിയിട്ട് ഇങ്ങനെ അവരങ്ങ് പോവേ. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ ഇവരിങ്ങ് വരും. അല്ലെങ്കിൽ മാക്സിമം 1 കൊല്ലം 2 കൊല്ലം ആയിക്കോട്ടെ. പിന്നെ അവർ പോകില്ല. പിന്നെ അവർ ഗൾഫ് മതിയാക്കിയിട്ട് വന്നെന്നറിയില്ല. പിന്നെ നാട്ടിൽ നീ തേരാപ്പാര നടക്കും. എന്തെങ്കിലും കെട്ടിട പണിക്ക് പോവും, അല്ലെങ്കിൽ അതിന് പോവും ഇതിന് പോവും. ആ കുടുംബത്തിൽ കലഹായി ബഹളായി. അന്നേരമല്ലാന്ന് പെൺകുട്ടികളെ അച്ഛനമ്മമാർക്ക് ബോധം വരില്ലേ? ഈശ്വര കുറച്ച് ആലോചിച്ചിട്ടല്ല കൊടുക്കണമെന്ന്. നന്നായിട്ട് കുടുംബം പോരുന്നവരുണ്ട് കേട്ടോ. ഗൾഫിലായാലും ബോംബെയിലായാലും പുറത്ത് പോയവരെല്ലാം നന്നായി കുടുംബം പോരുന്നവരുണ്ട്. പക്ഷെ പകുതി ശതമാനം ആൾക്കാർക്കും ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടായിന്. അന്ന് കല്യാണം കഴിച്ചേനു. ഇനിയിപ്പം നന്ന് ദുബായി പോയിട്ടില്ലെങ്കിൽ ഇനിയിപ്പം നന്ന് പണിയെടുത്തില്ലെങ്കിൽ വരെ വിചാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ പറ്റിയ അബദ്ധമാണ് ഇപ്പം ഇങ്ങനെയായി പോയത്. ഗീതേച്ചിക്ക് ആദ്യം കേട്ടോ 3 ആൺകുഞ്ഞുങ്ങളാന്ന്. 2-3 കൊല്ലം കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെ പെരുതാനെല്ലാം ആവാനായി. വിചാരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പെൺകുട്ടിയൊക്കെല്ലാം ബുദ്ധി വന്നു പോയിന്ന്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ അടുക്കളയിൽ കിടന്ന് അറിയിക്കാൻ അവരെ കിട്ടും അല്ലേ? അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ല പിന്നെ ബുദ്ധിയുണ്ട്. അവർ കുറേ ലോകമെല്ലാം കണ്ടു. അന്നേരം അവരെന്നാ ചിന്തിക്കല് ഒരു 10-28 വയസ്സാകുമ്പോൾ അല്ലേ നല്ലൊരു പിന്നെ ഗവൺമെൻറ് ജോലിക്കാരൻ അല്ലെങ്കിൽ നല്ല ഒരു സ്ഥിര വരുമാനമുള്ള ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നില്ല. അവരെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. പക്ഷെ ഒരുപാട് പഠിച്ച ആൺകുട്ടികളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ജോലിയില്ല, ഗവൺമെൻറ് ജോലി ഇല്ലാന്നേ ഇല്ലു. പിന്നെ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ പിന്നെ വയറിങ് ആയിട്ടും അങ്ങനെ എല്ലാ പണിയെടുക്കുന്ന നല്ല പിന്നെ ഒരു ദിവസം പോലത്തെ ആൺകുട്ടികളുണ്ട്. പക്ഷെ അവരെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനെന്താന്ന് പറയാം, ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഭാഗത്തിൽ ഒരുപാട് ആൺകുട്ടികളാണ്. അവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു കുടുംബം അല്ലായി ജീവിക്കണമെന്നവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടായി ഇങ്ങനത്തെ പിന്നെ ഇങ്ങനത്തെ അവസ്ഥ? എല്ലാ നാട്ടിലും ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഉണ്ടല്ലോ ചിലപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇനി കല്യാണിയെ നോക്കുന്നില്ല അല്ല മറ്റും നിൽക്കുന്നവരുണ്ട്. എന്താ ചെയ്യല്ലേ? നമ്മൾ പെൺകുട്ടിക്ക് ഇങ്ങനെ ബുദ്ധി വന്നു പോയാൽ ആരെയാ കുറ്റം പറയാ? അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം. അവരൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ആൺകുട്ടികളും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൺകുട്ടികളും ഉണ്ട്. എന്നാ ചെയ്യാല്ലേ? ഈശ്വര നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ? അതല്ലേ ഇപ്പം ചെയ്യാമെങ്കിൽ. എന്താ പിന്നെ ഗീതച്ച് പോയിട്ട് നാളെ എന്തെങ്കിലും പിന്നെ കുരുട്ട് വിഷയമുണ്ടോ നോക്കട്ടെ. കണ്ടന്റ് ഇന്നങ്ങനെ പോട്ടല്ലേ. ബൈ.